ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം ചിലർക്ക് ഇരിക്കപ്പുറതിയില്ല. അതിൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടുന്നത് ഭാഗ്യലക്ഷ്മിക്കാണ്. ഭാഗ്യലക്ഷ്മിയുടെ ഭാഗ്യം തന്നെ അങ്ങ് പോയതുപോലെയാണ്. അതായത് ദിലീപ് ഉള്ളിടത്തൊന്നും ഞാനിനി നിൽക്കില്ല, ഫെഫ്കയിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ കോടതിയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ കോടതി അലക്ഷ്യമായ രീതിയിൽ ഒരു പ്രസ്താവന പറഞ്ഞത് 4 വർഷം മുൻപേ എഴുതി വെച്ച വിധിയാണ് ഇതെന്നുള്ളത്. ആ തരത്തിലേക്ക്, അതായത് കോടതി 4 വർഷം മുമ്പേ ദിലീപിനെ വെറുതെ വിടാം എന്ന് തീരുമാനിച്ചപ്പോൾ കോടതിയെ ചോദ്യം ചെയ്യുന്ന ഒരു വിധി. അപ്പോൾ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം പരാതിയുമായി പോയിട്ടുണ്ടോ എന്നറിയില്ല, അദ്ദേഹം പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു വിവരം നമ്മളോട് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മിയുടെ ഇത്തരം ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള വിടുവായിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചാൽ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദിലീപ് തിരിച്ചു വരും, ചിലപ്പോൾ ദിലീപിന്റെ സിനിമകൾ വിജയിക്കാം. ദിലീപ് ഇതിൽ പൾസർ സുനി എന്ന കുറ്റക്കാരനായത് ഇവർക്ക് ഒരു പ്രശ്നമേ അല്ല. പൾസർ സുനിയൊക്കെ വെറുതെ വിട്ടാലും ഭാഗ്യലക്ഷ്മിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ദിലീപിനെ ശിക്ഷിക്കണം. എന്താ ഭാഗ്യലക്ഷ്മിയുടെ പ്രശ്നം? ക്രിമീഡിയാണ്, വേറെന്ത് പ്രശ്നം? കൊള്ളാവുന്നതിനെ കാണുമ്പോൾ ചിലർക്കുള്ള ഒരു പ്രശ്നം, ഇവർക്ക് ആണുങ്ങളെ കാണുമ്പോൾ തന്നെ പ്രശ്നമാണ്. അവരുടെ ജീവിതത്തിനകത്ത് പല, ഞാൻ ആക്ഷേപിക്കല്ലേ, ഈ ചില ഫെമിനിസ്റ്റുകളുടെയൊക്കെ ഈ ജീവിതം പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇതുപോലുള്ള കുഴപ്പങ്ങളുണ്ട്. വീട്ടിനകത്ത് പ്രശ്നമാണ്, ആണുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റത്തില്ല. ലോകത്തുള്ളവനെ എല്ലാം കാണുമ്പോൾ ഇതുമാതിരിയുള്ള ഫ്രസ്ട്രേഷനാണ്. അത് ഇപ്പം ഇതിനകത്ത് ഇവർ ഫെഫ്കയിൽ രാജിവെച്ചാൽ ഇവർക്ക് ഇനിയും വരാൻ പോകുന്ന ഒരു പ്രശ്നം തൊഴിലുറപ്പിന് പോകാനേ ഒക്കത്തുള്ളൂ. കാരണം ഇവരെ ഇതുവരെ ഇരുന്നത് പോലെയല്ല. അയാൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പം പലയിടത്തും അയാൾ എൻട്രി ആയി, കാരണം തിരിച്ചെടുത്തേ ഒക്കത്തുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം മാറിയിരിക്കുന്നുള്ള തിരിച്ചു വന്നു. അപ്പൊ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ആരുടെയൊക്കെ കാര്യം ഇതുപോലെ പുറയിലിരുന്ന് വർത്താനം പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ പണി നിർത്തിയിട്ട് തൊഴിലുറപ്പിനെ കാണാൻ പോകാനേ ഒക്കത്തുള്ളൂ, അല്ല അതിപ്പം വേറെ പണിയൊന്നും നടക്കത്തില്ല. ഇനി അത് വേറെ ചില വക്കീലന്മാരെ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഒരു കറുത്ത കോട്ട് ഇട്ട് കഴുത്തിലൊരു സാധനം കെട്ടിയാൽ വക്കീലാവത്തില്ല. മനസ്സിലായോ? വക്കീലാവണമെങ്കിൽ അവനവനെടുക്കുന്ന ഏത് തൊഴിലായാലും വൃത്തിയാവണമെങ്കിൽ അത് കൃത്യമായിട്ട് എടുത്തേ ഒക്കത്തുള്ളൂ. അപ്പം വക്കീലാണെന്ന് പറഞ്ഞ് കോടതി കയറി ഇന്ന് ഇതുവരെ ആരും അറിയാത്തതും ഇതുവരെ കേസില്ലാത്തതും മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഞാൻ ഇന്ന കേസിൽ ആളൂർ ചെയ്തതുപോലെ, ആളൂർ ചെയ്ത് എങ്ങനെ ആളൂർ പ്രശസ്തനായത് എങ്ങനെയാണെന്നറിയോ? ആളൂർ മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്, ആളൂർ കേസ് വാദിക്കാൻ എടുക്കുന്നതായിരുന്നു. ആളൂർ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആരും എടുക്കാത്ത കേസുകൾ എടുക്കും. അപ്പോൾ ഈ ദിലീപ് എന്ന് പറയുന്ന കേസിനകത്ത് വന്നാൽ ഈ പറയുന്ന മിനിയും സജിതയ്ക്കും മറ്റവർക്കും മറിച്ചവർക്കും ഒക്കെ പ്രശസ്തരാവാം. പക്ഷെ ആ പ്രശസ്തരാവുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനകത്ത് വൃത്തിയായിട്ട് കേസ് വാദിക്കാനും കൂടെ അറിയണ്ടേ? ഇവര് അല്ല, ആരാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അവര് വന്ന് ജുഡീഷ്യറിയെയും ഈ ഇവിടുത്തെ അവരിയ്ക്കുന്ന സംവിധാനത്തെ മൊത്തം അവർ തള്ളി അങ്ങ് പറയുക. എന്നിട്ട് അതൊരു മാധ്യമത്തിന്റെ മുമ്പിൽ അവരുദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാൻ പറ്റാത്ത ഇവരാ വക്കീലാന്നും പറഞ്ഞുകൊണ്ട് കോട്ടും എടുത്തിട്ടില്ല, വവ്വാലിന്റെ കൂട്ട് വട്ടം നടന്ന് കാര്യം പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രായമുണ്ട് ആ സ്ത്രീക്ക്, ഇത്രയും നാളത്തെ വക്കീൽ പണിക്കകത്ത്. അപ്പൊ അവരുടെ പരാജയം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അവരുടെ പരാജയം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവർ വേറൊരു രൂപത്തിൽ വെളിയിൽ പറയുന്നു എന്ന് മാത്രമാണ് കരുതാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പുറകിലൊരു വലിയ ഗൂഢാലോചന, നല്ല തീറ്റയായിരുന്നു, നല്ല തീറ്റയാ. വലിയ ഗൂഢാലോചനയുണ്ട്. നിസ്സാരമാണോ? ചാനലുകാരെ കണ്ടില്ലയോ? മൊട്ട അരുണ്, വി ജോണ്, പ്രധാനപ്പെട്ട നമ്മുടെ വിജു, മറ്റേ ഏഷ്യാനെറ്റിന്റെ വിനു വി ജോണ്, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ അവതരിപ്പിക്കുന്ന ഇപ്പം റിപ്പോർട്ടറിനകത്ത് ബാലകൃഷ്ണൻ. ഇവരുടെയൊക്കെ ആവേശം കണ്ടാലേ ജുഡീഷ്യറിയെ തള്ളിപ്പറയുന്നു, മറ്റതിനെ 8 കൊല്ലം കൊണ്ട് വേഴകീഴി പരിശോധിച്ചല്ലേ ഇത് വന്നത്. ഇതുവരെ തെളിവുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? പ്രോസിക്യൂഷന്റെ തെളിവില്ലായിരുന്നോ? ഓരോ ഘട്ടത്തിലും ദിലീപിന്റെ ഈ കേസ് സുപ്രീം കോടതി പറഞ്ഞത് 6 മാസം കൊണ്ട് തീർക്കണം. അതിന്റെ നിയമവും അങ്ങനെ. കാരണം ഇരയ്ക്ക് നീതി ലഭിക്കണം ഇത്തരത്തിലുള്ള കേസുകൾ. ഇത് 8 കൊല്ലം ആരാ ഇത് തർക്കം നടത്തിക്കൊണ്ടിരുന്നത്? ഈ പറഞ്ഞ അതിജീവിതയുടെ വക്കീലും പ്രോസിക്യൂഷനും ആണല്ലോ. 8 കൊല്ലം എഴുതി പരിശോധിച്ചപ്പോൾ ഇതൊന്നും നടന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തം വന്നു കിടന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് കോടതി വന്നപ്പോൾ എണീറ്റ് നിന്നു. അവനങ്ങ് പ്രശസ്തനായി. കാരണം ആരാന്നറിയാം, ചാനലുകൾ പണിയിട്ട് കോടതി വരുമ്പോൾ എണീറ്റിരിക്കുന്നു. കോടതി എന്തോ കോർട്ട് എന്തുവാന്ന് അവൻ അറിയത്തില്ല. കോടതി വരുമ്പോൾ എണീറ്റുന്നല്ല, ജഡ്ജി വരുമ്പം അദ്ദേഹം എല്ലാവരും എണീറ്റുന്ന തൊഴും വന്നിട്ട് തൊഴുതായിരിക്കുന്നു. അപ്പൊ ബാക്കിയുള്ളവർ തൊഴും. ഇവൻ വിചാരിച്ച് ദിലീപിനെ നേരത്തെ അവിടെ കൊണ്ട് നിർത്തേക്കുമല്ലേ, ദിലീപിനെ കണ്ടോണ്ട് തൊഴുതാണ്. ഇതങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഇവനെങ്ങനെ കാണാൻ പറ്റിയത്? കാരണം ആദ്യമേ അതിജീവിത പറഞ്ഞു, എനിക്ക് പ്രൈവസി വേണം, അടച്ചിട്ട മുറിയിലായിരിക്കണം,
അത് അംഗീകരിച്ചു. രണ്ടാമത് സ്ത്രീ ജഡ്ജിയെ വേണം, അതും എല്ലാം അംഗീകരിച്ചു കൊടുത്തു. പിന്നെ ഈ സ്ത്രീ ജഡ്ജിയെ മാറ്റണമെന്നും പറഞ്ഞു. അതോടെ ആയിക്കട്ടെ, അത് കോടതിയാ തീരുമാനിക്കും. ഇവർ ആരാ സൗകര്യത്തിന് ജുഡീഷ്യൽ നമുക്ക് സംശയം. ജഡ്ജി മാത്രമല്ല ജഡ്ജ്മെന്റ് ഞങ്ങൾ എഴുതി തരാന്ന് പറഞ്ഞു. അങ്ങനൊന്നും അറിയാം, അതൊന്നും പറ്റത്തില്ല. അവർ വരുന്ന ആളാന്നാ തീരുമാനിക്കുന്നത്. ജഡ്ജിയെ മാറ്റണം, കോടതി മാറ്റണം, അതൊന്നും പറ്റില്ല. എനിക്ക് വനിതാ ജഡ്ജിയെ വേണം, എനിക്ക് പ്രൈവസി വേണമെന്ന് പറയുന്നത് കോടതി കേട്ടു. ബാക്കി ജഡ്ജിയെ അവർക്ക് ജഡ്ജിയെ മാറ്റണം. ആരെ മാറ്റിയാലും ആരെ മാറ്റിയാലും എന്റെ പൊന്നെ ഒരു ഗൂഢാലോചന നടന്നു, ഒരുത്തനെ കേസിൽ പ്രതിയാക്കാൻ അത്രയും മതി. ആ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ പ്രതിയാക്കാം. ശ്രീലേഖ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് അവനെ പിടിച്ച് അകത്തിടാം. 88 ദിവസം കൊണ്ട് ഭക്ഷണം കൊടുക്കാതെ ജയിലിട്ട് കൊല്ലാൻ. അല്ല മാഷെ, രാമൻപിള്ള വക്കീൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ നല്ല പ്രഗത്ഭനായ വക്കീലാണ്, എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിയെ പിടിച്ച് ജയിലിനകത്തിട്ടിട്ട് അതിന്റെ തെളിവ് അന്വേഷിച്ച് ചുറ്റും നടക്കുന്നത്. ഫ്രെയിം ചെയ്യുമായിരുന്നു. ഇന്നലെ സാറ് പറഞ്ഞതുപോലെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് ഒരു DGP തെറ്റിദ്ധരിപ്പിച്ച് അയാളെ അകത്തിട്ടിട്ട് 8 കൊല്ലം തെളിവിന് നടക്കുക. ഇതുവരെ തെളിവ് കിട്ടിയില്ല, ഇപ്പോഴും വേണ്ടുന്നില്ല. ഇനി ഇത് അവസാന വിധി അല്ലല്ലോ എന്ന് മാത്രമേ പറയാൻ. അവസാന വിധി അല്ലെന്ന് പറഞ്ഞാൽ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വീണ്ടും ഇതിന്റെ പുറകിൽ കോടിക്കണക്കിന് രൂപ ഒഴുകി, അറിയാമോ? വലിയ മാഫികൾ ഒഴുകി. ഇതിന്റെ പുറകിൽ ആര് സംസാരിച്ചാൽ ഇപ്പൊ തന്നെ കണ്ടല്ലോ, ജഡ്ജിയെ കണ്ടപ്പോ എണീറ്റ് എന്ന് പറഞ്ഞാൽ വൈറലായി. ഞാനിപ്പം ദിലീപിനെതിരായിട്ട് സംസാരിച്ചാൽ എനിക്ക് കിട്ടും പൈസ, കോടികൾ കിട്ടും. അതിന്റെ പുറകിൽ അതുണ്ട്. ആ രീതിയിലേക്കായിരുന്നു ആര് സംസാരിക്കും. മാഷിനെ എതിർത്തൊരു കാര്യം പറയട്ടെ, ഇതിന്റെ പിന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഗൂഢാലോചന നടന്നത് മാഷ് ഉദ്ദേശിക്കുന്ന ഈ കേരളത്തിൽ നിന്നൊന്നും അല്ല, ജോർജ് സൊറോസ് എന്ന് പറയുന്ന ആഗോള ഫ്രോഡിന്റെ അടുത്തുനിന്നാണ്. ആ പണം ആർക്ക് പോയെന്നറിയാമോ? പൃഥ്വിരാജിന് പോയി. പൃഥ്വിരാജ്, എമ്പുരാന്റെ നിർമ്മാണത്തിനും അത് ഉപയോഗിച്ചു, ദിലീപിനെ ഫ്രെയിം ചെയ്യാൻ. എന്തിനാ ദിലീപിനെ ഫ്രെയിം ചെയ്യാൻ ഉപയോഗിച്ചത് എന്ന് മനസ്സിലായോ? കാരണം ഇയാൾ എമ്പുരാനായിട്ട് വാഴത്തില്ല. ദിലീപ് ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് ഈസ് സീറോ വെൻ ദിലീപ് ഈസ് ഹീറോ. അതിന് വേണ്ടിയിട്ട് നടത്തിയ ഗൂഢാലോചന. ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്, ജോർജ് സോർസ് എന്ന് പറയുന്നത് ഒരു മുഖത്തിന് ഒരു കണ്ണാടിയുടെ 2 മുഖങ്ങൾ. ഇവരുടെ എല്ലാം ഒരേ ജോലി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു വലിയ 8 കൊല്ലം ഒരേ വിഷയം, ഈ പറയുന്നത് പോലെ ജനങ്ങൾ തള്ളിയ വിഷയം, കേൾക്കണ്ട എന്ന് പറയുന്ന വിഷയം ചാനലിനകത്ത് നിരന്തരമായിട്ട് കൊണ്ടുവരണമെങ്കിൽ, റേറ്റിംഗ് ഇല്ലെങ്കിൽ പോലും കൊണ്ടുവരണമെങ്കിൽ അതിന്റെ പോലെ കാശ് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഇതിനു മുമ്പ് എന്തെല്ലാം നോക്കി, അവസാനം ഏത് നിമിഷവും വിദഗ്ധരെല്ലാം പറഞ്ഞു അതിന്റെ പ്രൈമറി എവിഡൻസ് തന്നെ ഇല്ല, പിന്നെ എങ്ങനെ കേസ് നിൽക്കും എന്ന് പറഞ്ഞപ്പോ ഇന്നലെ പറഞ്ഞാൽ മോട്ടോർ അതീവിതയ്ക്ക് നീതി കിട്ടുമോ മെനയാന്നോട്ടോ കിട്ടുമോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഈ അകത്തിടണം. ഈ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഒരു വക്കീൽ കേസിന് പോയെന്ന് പറഞ്ഞു. ഭാഗ്യലക്ഷ്മി അകത്തിടണം. കാരണം ജുഡീഷ്യറിയെയും നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മൾ പവിത്രമായിട്ട് കാണുന്നതിനെയും ജനം ആശ്രയിക്കുന്നതിനെയും ജനക്കത്തിന് ഏക ആശ്രയമായിട്ടുള്ള കോടതി വിധികൾ വരുമ്പോൾ ഈ കോടതി വിധികൾക്കെതിരെ ഇതേ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ഈ പറയുന്ന ആൾക്കാരെ പിടിച്ചകത്തണം. ഇവർ വെബ്സൈറ്റിനകത്തുനിന്ന് തൊഴിലുറപ്പിന് പോകുന്നത് നമുക്ക് വിഷയമല്ല, പക്ഷെ നമ്മുടെ രാജ്യം നമുക്ക് വിഷയമാണ്, നമ്മുടെ ജുഡീഷ്യറി നമുക്ക് വിഷയമാണ്. അങ്ങനെ ഇങ്ങനെ പറയുന്നവരെ പിടിച്ചകത്തണം. ഇതേ രീതിയിലുള്ള കോടതി വിധി വന്നു. സാറിനറിയാം, കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ വന്ന് അവസാനം വിധി സുപ്രീം കോടതി പറഞ്ഞ രാമജന്മഭൂമിയുടെ വിഷയം അന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. സുപ്രീം കോടതി പറഞ്ഞൊക്കെ ഇവിടെ അംഗീകരിക്കാൻ തയ്യാറല്ല. ആ പാറ്റേൺ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേ അവസ്ഥയിലുള്ള പാറ്റേൺ, അതേ നിരീക്ഷിച്ചാൽ ഇത് വേറൊരു കേസാണെന്നേ ഉള്ളൂ. അതേ രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ. അതായത് അവർക്ക് ചിലർ മേക്ക് ചെയ്യുന്നു രാജ്യവിരുദ്ധ ശക്തികളുടെ സ്വഭാവം, അല്ലെങ്കിൽ അവർക്ക് ചില അജണ്ടകളുണ്ട്, അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കോടതിയല്ല ഒന്നിനെ ഒരു സംവിധാനത്തെ അംഗീകരിക്കുന്നത്. ഇത് ഏതിന്റെ സംവിധാനം? ഞാനൊരു കാര്യം കൂടെ പറയാം. കോടതി വിധികളെ പലപ്പോഴും ആരും അധിക്ഷേപിക്കാറില്ല, പക്ഷെ ഇപ്പൊ കോടതി വിധി അധിക്ഷേപിക്കാം, അല്ലെങ്കിൽ കോടതി നമുക്ക് എന്തും പറയാം എന്നുള്ള ഒരു രീതി ഇപ്പൊ ഈ ഒരു കേസിൽ, ദിലീപിന്റെ കേസിൽ ദിലീപിനെതിരായി നിൽക്കുന്നവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കോടതിയെ നമുക്ക് വായി തോന്നുന്ന എന്തും പറയാം. ചാനൽ മുറികളിലിരുന്നോ കോടതിയെ പറയുന്നല്ലോ. അവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഹണി എം കുര്യാക്കോസ് എന്ന് പറഞ്ഞ സ്ത്രീ. അവരെ എന്താ ഔദ്യോഗികമായിട്ട് ജോലി ഏറ്റെടുത്തതല്ലേ? അല്ല ബിനുവം വി ജോണിനെ പോലെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തി അല്ലല്ലോ. ഇത് ഔദ്യോഗികമായിട്ട് ചുമതല ഏറ്റെടുത്ത ആളാണ്. അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ഇഷ്ടപ്രകാരം അവിടെ കയറി കസേരയിലിരിക്കുന്ന അല്ലല്ലോ. ഇത് ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഭരണഘടനാപരമായിട്ട് നിയമിച്ച പോസ്റ്റിനെ അധിക്ഷേപിക്കുകയാണ്. അവര് ആണ് ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തോടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുകയാണ്. അത് കോർട്ട ലക്ഷ്യം, അല്ലെങ്കിൽ പിന്നെ എന്താ ലക്ഷ്യമാണ്? ഇപ്പം എന്ത് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ ആൾക്കാർക്കെല്ലാം കൂടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ വട്ടളവി. അവർ വിചാരിച്ചത് ഇപ്പം ദിലീപിനെ പിടിച്ച് എന്താ പറയുന്നത്, തൂക്കിക്കൊല്ലും.
ആരാച്ചാർ വന്നിട്ട് കയറും കെട്ടി ഇപ്പം തൂക്കിക്കൊല്ലും. അദ്ദേഹത്തിൻ്റെ രക്തമാണ് അവർ കാംക്ഷിച്ചത്. അവരാഗ്രഹിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ നടപ്പാവുമെന്ന് പറയുന്നത് ഒരുതരം ഫാഷിസമാണ്. ആ ഫാഷിസം അവർ നടപ്പാക്കാൻ പോയതിൻ്റെ നിരാശയാണ്. ഇനിയും ഞാനൊരു കാര്യം കൂടി ഭാഗ്യലക്ഷ്മി നിങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യലക്ഷ്മിയും കുറേ ഫെമിനിസ്റ്റുകളും കൂടി ചേർന്നിട്ട് അവിടെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ലോഡ്ജിൽ കിടക്കുന്നു. അയാൾക്ക് 19(1)A പ്രകാരം അയാൾക്കൊരു അഭിപ്രായം സുഗതകുമാരി ചേച്ചിയെ കുറിച്ചാണ്. ഞാൻ സുഗതകുമാരി ചേച്ചിയെ ആരാധിക്കുന്ന ആളാണ്. അത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫ്രീഡം ടു സ്പീച്ചിനെ ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം അഭിപ്രായം എഴുതി, ഭാഗ്യലക്ഷ്മിക്ക് അവരുടെ അഭിപ്രായം എഴുതി. അതല്ലേ ഇതിന് കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ അവിടെ പോയിട്ട് ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി ആണെങ്കിൽ എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഒരു മനുഷ്യൻ കേട്ടോ, എണീറ്റ് നടക്കാൻ വയ്യാത്ത മനുഷ്യനെ ഇട്ട് അടിച്ച് അവരുടെ വീരസ്യം കാണിച്ച് ചെരുപ്പ് എടുത്തിട്ട് അടിച്ച് അയാളെ അവസരമാക്കി. ആവുന്നവരുടെ അടുത്ത് കൊല്ലുവാണെങ്കിൽ ഇവരുടെ പരിപാടി നടത്തുക, ഈ ഫെമിനിസ്റ്റുകളുടെ പരിപാടി. ഇവർ നിയമം കയ്യിലെടുക്കുക, ചെരുപ്പ് കയ്യിലെടുക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, മാഷിന് അറിയാത്തത്. ഭാഗ്യലക്ഷ്മിയെ പറ്റി സിനിമാ ഫീൽഡ് ഉള്ളവർ അവരുടെ പൂർവ്വകാല ജീവിതത്തെ അല്ലെങ്കിൽ പൂർവ്വരാശിയെക്കുറിച്ചോ പൂർവ്വമീമാംസയെക്കുറിച്ചോ എന്തായാലും കുഴപ്പമില്ല. അതിനെ പൂർവാശ്രമത്തിനെ കുറിച്ചായാലും നല്ല അഭിപ്രായങ്ങളും മതിപ്പുകളും അല്ല പറഞ്ഞിട്ടുള്ളത്. ഞാനിതൊന്നും അവിടെ വിളമ്പാൻ പോകുന്നില്ല, നമ്മുടെ മാന്യതയ്ക്ക് ഉയർന്നതല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് സ്വയം ഒരു ആത്മപരിശോധന എല്ലാവരും നടത്തുന്നത് നല്ലതായിരിക്കും. ദിലീപിലേക്ക് പോകുന്നതിന് മുമ്പ് അത് വളരെ നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെയും ആൻറ്റി സൺസൻ്റെയും പൂർവ്വകാലം മോശമായിരിക്കാം. അപ്പം ഞാൻ കയറി മറ്റുള്ളവരുടെ മോറൽ ടീച്ചറായിട്ടും ജഡ്ജിയെ ജഡ്ജ്മെൻറ്റ് പഠിപ്പിക്കാനും പോകരുത്. ഒന്നാമത് ഈ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല, 12-ാം തീയതിയേ വരൂ. 12-ാം തീയതിയാണ് ഈ ജഡ്ജ്മെൻറ്റ് വരുന്ന ദിവസം. അതുവരെ പോലും കാത്തിരിക്കാതെ സ്വന്തം ഒരു ജഡ്ജ്മെൻറ്റ് വിനു വി ജോൺ തയ്യാറാക്കുന്നു, നമ്മുടെ അരുൺ തയ്യാറാക്കുന്നു. അവനൊക്കെ തയ്യാറാക്കിയിട്ട് അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ല. അങ്ങനെയാണെങ്കിൽ ഹണി എം കുര്യാക്കോസ് അതിനാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് വിനു വി ജോണും അതുപോലെ തന്നെ അരുൺകുമാറും അവരുടെ ജോലി ചെയ്യുന്ന പോലെ ഇവരുടെ ജോലി ചെയ്യുന്നു. നിങ്ങളത് സമ്മതിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയട്ടെ. ദീപിക പത്രം ഇന്നൊരു എഡിറ്റോറിയലുണ്ട്, മറ്റൊരു പത്രം എഴുതാത്തത്. അതായത് കോടതി പറഞ്ഞ ഒരു വിധിയെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. അല്ല സാറേ, ഇതാ പറഞ്ഞത്, ജനാധിപത്യത്തിന്റെ ഭാഗമല്ല ഈ കേസിന്റെ സ്വഭാവവും. ബാബറി മസ്ജിദ് അല്ലെങ്കിൽ ആ അയോധ്യയിലെ കേസിന്റെ സ്വഭാവവും എല്ലാം ജനാധിപത്യത്തിന്റെ സ്വഭാവമല്ല. ഇതിന്റെ പുറകിൽ സാർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ജോർജ് സോറസിന്റെ സ്വഭാവം, അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയുടെ സ്വഭാവം, രാജ്യവിരുദ്ധ ശക്തികളുടെ സ്വഭാവം, ആ സ്വഭാവത്തിലായി കേസ് പോകുന്നത്. ഇത് പറയുന്നവർ, ദിലീപിനെ എതിർക്കുന്നവർ, ഈ ജുഡീഷ്യറി എതിർക്കുന്നവർ, ഇന്ത്യയെ എതിർക്കുന്നവർ, അവർ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. രാജ്യവിരുദ്ധ ശക്തികളുടെ പോരാട്ടം അല്ലെങ്കിൽ അവരുടെ കൈകൾ ഇതിന്റെ പുറകിൽ, അവരുടെ പൈസ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് വിജയ് ബാബുവിനെതിരെ ഈ മട്ടാഞ്ചേരി മാഫിയ നടത്തിയത്. പക്ഷെ അയാൾ കൃത്യമായ നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ട് ആ കേസ് വിജയിപ്പിച്ചെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കള്ളക്കേസ് വിജയ് ബാബുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അതിജീവിതം അല്ല, ഇരകൾക്ക് നീതി കിട്ടട്ടെ. അതാരാണ് ഇരയെന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. ദീപികയുടെ വാക്ക് ഒരു കൊട്ടേഷൻ, അത് ഉദ്ധരണിയായിട്ട് തന്നെ കോട്ട്സ് വിത്തിൻ കോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കോടതി വെറുതെ വിട്ടവരെ വെറുതെ വിടാത്ത സമൂഹം ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. ഒന്നുകൂടെ പറയുകയാണ്, കോടതി വെറുതെ വിട്ടവരെ വെറുതെ വിടാത്ത സമൂഹം അതാരായാലും ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. കറക്റ്റ്.